ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവർ നിസാരക്കാരല്ല. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി പരിശുദ്ധമായ ഇഹ്റാം ചെയ്തുകൊണ്ട് തന്റെ വീടും തന്റെ നാടും തന്റെ കുടുംബത്തെയും ഉപേക്ഷിച്ചുകൊണ്ട് പവിത്രമായ പുണ്യമാക്കപ്പെട്ട ഗേഹമെന്ന് കാണാൻ അല്ലാഹുവിന്റെ തിരുസവിധം ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്ന, തന്റെ നാടിനെയും തന്റെ സമ്പത്തിനെയും മുഴുവനും തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നതായ പടച്ചറബിന്റെ സംതൃപ്തി മാത്രം ലക്ഷ്യം വെക്കുന്ന ഹജ്ജിമാരില്ലയോ, ഉംറ ചെയ്യുന്നതായ ഉമ്മമാരില്ലയോ, അവർ അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്, അവർ അല്ലാഹുവിന്റെ അതിഥികളാണ്. അവരെ നിങ്ങൾ നിസ്സാരക്കാരാക്കരുത്. അവർ സാധാരണക്കാരില്ല സ്വാബ. അവർ അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്. അല്ലാഹുവിന്റെ സന്ദർശകരാണ്. അല്ലാഹുവിനെ സന്ദർശിക്കാനാണ് അവർ പോകുന്നത്. കാരണം ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ പടച്ച തമ്പുരാൻ അവൻ ആരാധിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യമായി പണിതാകുന്ന പവിത്രമായ ഗേഹമാണ് കഅബ. ആ പവിത്രമായ ഗേഹമാകുന്ന കഅബയെ ഒന്ന് കാണാൻ വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ. പരിശുദ്ധമായ അമലുകൾക്ക് വേണ്ടി യാത്ര തിരിക്കുന്നവനാണവൻ. ഒരുമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പാവസുരക്ഷിതനായി തീരാൻ തന്റെ കുടുംബത്തോട്, തന്റെ നാട്ടുകാരോട്, വീട്ടുകാരോട്, സർവരോടും പിണക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഇണക്കത്തിലേക്ക് വരുത്തിക്കൊണ്ട് സന്തോഷത്തോടുകൂടി യാത്ര തിരിക്കുന്നവനാണവൻ. അവൻ അല്ലാഹുവിന്റെ അതിഥിയാണ്, അവൻ അല്ലാഹുവിന്റെ സന്ദർശകനാണ്. തീർന്നില്ല. അതുകൊണ്ട് തന്നെ അവരെന്ത് ചോദിച്ചാലും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. എന്ത് ചോദിച്ചാലും അല്ലാഹു അവർക്ക് നൽകുന്നതാണ്. അല്ലാഹുവിനോട് അവർ യാചിക്കേണ്ട താമസം പടച്ച തമ്പുരാൻ അവരുടെ ലക്ഷ്യങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ്. അവരാരുടെയെങ്കിലും വിഷയത്തിൽ റബ്ബിനോട് ശുപാർശ ചെയ്താൽ തീർച്ചയായും പടച്ച തമ്പുരാൻ അവരുടെ ശുപാർശ സ്വീകരിക്കുന്നതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഹാജിമാരെന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരല്ല, ഹജ്ജമ്മമാരെന്ന് പറഞ്ഞാൽ അവർ നിസ്സാരക്കാരല്ല. കാരണം അവരുടെ പവിത്രതയല്ല, അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ്, അവർ ചെല്ലുന്ന സ്ഥലത്തിന്റെ മഹത്വമാണ്. ഫീഹി ആയാതുൻ ബയ്യിനാത് മഖാമു ഇബ്രാഹീം. പരിശുദ്ധമായ കഅബയെ പടുക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കയറി നിന്നതാകുന്ന പാറക്കല്ലയോ, ആ പാറക്കല്ല് കൊണ്ട് ഇബ്രാഹിം നബിയെ ഇതാ സഞ്ചരിക്കുകയാണ്. മകനാകുന്ന ഇസ്മായിൽ കല്ലെടുത്തു കൊടുക്കുന്നു. പവിത്രമായ കഅബ പണിയാൻ വാപ്പയുടെ കൈകളിലേക്ക് കല്ല് കൊടുക്കുകയാണ്. വാപ്പ ഇതാ കല്ല് കയ്യിലെടുക്കുകയാണ്. മുകളിലത്തെ തട്ടിലേക്ക് കയറാൻ വേണ്ടി ഈ കാലഘട്ടത്തിലെ പോലെ സൗകര്യങ്ങളില്ലാത്ത കാലഘട്ടം. അന്നിതാ പവിത്രമായ ഒരു കല്ലാണ്. ആ കല്ലിന്റെ മുകളിൽ കയറി ഇബ്രാഹിം നബി നിൽക്കുകയാണ്. കഅബ പടുക്കാൻ വേണ്ടി വിനിയോഗിക്കുകയാണ്. തിരിച്ച് വീണ്ടും ഇതാ ഇറങ്ങുകയാണ്. ലിഫ്റ്റിന്റെ ആധുനിക സൗകര്യങ്ങൾ കടന്നു വരുന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ലിഫ്റ്റായി ആ കല്ലിനെ മാറ്റുകയാണ്. ആ കല്ലല്ലയോ പരിശുദ്ധമായ മഖാം ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്നതാകുന്ന ആ പവിത്രമായ കല്ല്. ആ കല്ലിൽ തവാഫ് ചെയ്തതിന് ശേഷം അതിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കാൻ ലോക മുസ്ലിമീങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ വിളംബരം ചെയ്തില്ലയോ? സുന്നത്തായ അമലായ അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായ രീതിയിൽ പഠിപ്പിച്ചില്ലയോ? ഫീഹി ആയാതുൻ ബയ്യിനാത്. പരിശുദ്ധമാക്കപ്പെട്ടതായ മക്കയില്, പവിത്രമാക്കപ്പെട്ട കഅബയില് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖുർആൻ പറയുകയാണ് മഖാമു ഇബ്രാഹിം അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. വമൻ ദഖലഹു കാന ആമിനാ
ആരെങ്കിലും പവിത്രമായ ഹറം ഷരീഫിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവരെ തീർച്ചയായും നിർഭയരാണ്. കാരണം മുസ്ലിമീങ്ങളല്ലാതെ മറ്റൊരു വ്യക്തിയും അവിടെ പ്രവേശനമില്ല. ഈമാനിന്റെ ദൃഢകാതലായ വ്യക്തികൾക്കല്ലാതെ അവിടെ പ്രവേശനമില്ല. ഹറം ഷരീഫിന്റെ പ്രത്യേകതയാണ്, ഹറമിന്റെ പ്രത്യേകതയാണ്. വമൻ ദഖലഹു കാന ആമിന. ആ ഹറമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പ്രവേശിച്ചാൽ അവൻ നിർഭയത്വം നൽകപ്പെട്ടവനാണ്, അവൻ നിർഭയത്വം നൽകപ്പെട്ടവനാണ്. ആരും അവനെ ആക്രമിക്കുകയില്ല, ആരും അവനെ കൊല ചെയ്യുകയില്ല, ആരും അവനെ പ്രയാസപ്പെടുത്തുകയില്ല. ഇത് ഖുർആനിന്റെ വിളംബരമാണ്, ഖുർആനിന്റെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്തിലേക്ക് പോകുന്നവർക്കുള്ള പവിത്രത ചെറുതല്ല, ചെറുതല്ല. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫ്ദുല്ലാഹ്. ഹാജിമാരും ഉംറ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ നിവേദക സംഘമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്തിനാണ് ഉസ്താദേ അയാൾ വീണ്ടും ഹജ്ജിന് പോകുന്നത്, അയാൾ വീണ്ടും ഉംറയ്ക്ക് പോകുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥനയിൽ ഭാഗമാക്കാനാണ്. റസൂലുള്ള ദുആ ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ദഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മഗ്ഫിർ ലിൽ ഹാജി വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്. അല്ലാഹുവേ പടച്ച റബ്ബേ, നീ ഹാജിമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്, നീ പുറത്തു കൊടുക്കണേ നാദാ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വെമ്പായം ചെറുമുക്ക് ദേശത്ത് നിന്ന് ഹജ്ജിന് വേണ്ടി പോകുന്നവർക്ക് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുന്നത് ഈ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ ജനവിഭാഗങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ എന്ന ജനാധിപത്യ രാഷ്ട്രത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള ഏതൊക്കെ വിശ്വാസികൾ പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര തിരിക്കുന്നവരുണ്ടോ, ഹജ്ജിന് വേണ്ടി തിരിക്കുന്നവരുണ്ടോ, അവർക്കെല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമേ. ഹബീബായ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജ്. അല്ലാഹുവേ പടച്ച റബ്ബേ, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്. ഹാജിമാർ ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നുവോ അവർക്കും നീ പുറത്തു കൊടുക്കണേ നാഥാ, നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ആയിരുന്നു സയ്യിദുന റസൂലുള്ളാഹി. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദുആ ലഭിക്കും. ഹജ്ജിന് വേണ്ടി പോയ നമ്മുടെ പാവം അല്ലാഹു പുറത്തു തരും. കാരണം നബി എന്ത് ചെയ്തിട്ടുണ്ട്? ഇതായിരുന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഗഫിർ ലിൽ ഹാജി, ഹാജിമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. മനസ്സിലാകുന്നുണ്ടോ? ഒരു വട്ടം ഹജ്ജ് ചെയ്താൽ മതി, അല്ലാഹു തൗഫീഖ് തരട്ടെ. മാത്രമല്ല വലിമൻ യസ്തഗ്ഫിറു ലഹുൽ ഹാജ്, ഹാജി ആർക്കൊക്കെ വേണ്ടി പൊറുക്കലിനെ തേടുന്നോ ഹാജിമാര് അവിടെ ചെന്നിട്ട് പടച്ചവനെ ഞാനിന്ന ഹാജിയാര് ദുസലാം ഞാനിന്ന വ്യക്തി നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചറബേ അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് ദ്വാരുന്ന അവർക്കും അല്ലാഹു നീ പുറത്തു കൊടുക്കണേ എന്നാര് ദ്വാരുന്നിട്ടുണ്ട്? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ഹജ്ജിന് പോകുന്നു അയലോക്കത്തുള്ളവരല്ല, അയാള് പോയി പണി ഹജ്ജ് നമുക്ക് നിസാരവൽക്കരിക്കാൻ പാടില്ല. ഹാജിയാര് അവരെ എത്രയും ബഹുമാനമാണ്, അവരെ കാണുമ്പോൾ പള്ളി വെച്ച് കാണാൻ യാത്ര ചോദിക്കുന്നു, പള്ളിയിൽ എഴുന്നേറ്റ് നിന്നിട്ട് അസ്സലാമു അലൈക്കും ഞാൻ ഈ വർഷം ഹജ്ജിന് വേണ്ടി പോകണം, എൻ്റെ കുടുംബവും അവരിങ്ങോട്ട് വന്ന് പൊരുത്തം ചോദിക്കുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ പൊരുത്തം ചോദിക്കേണ്ടുള്ളൂ. എല്ലാ ഒരാളും യാത്ര പോകുന്നുണ്ട്, അയാൾക്ക് കാണാൻ പറ്റിയില്ല, അയാളങ്ങ് പോയി, എന്നെ വന്ന് കണ്ടില്ല, മീറ്റ് ചെയ്തില്ല, ഞാൻ ഈ നാട്ടിലെ വലിയ ഭരണാധികാരിയാണ് എന്നും പറഞ്ഞ് നീ ഇരിക്കണ്ട, ഈ അങ്ങോട്ട് പോയിക്കോ. കാരണം അവരുടെ വിലയല്ല, പിന്നെന്താ അവർ പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാണ്, അതിനാണിത്.
ദ്വാരപ്പിക്കുക, അവരെ കൊണ്ട് നമുക്കൊണ്ട് ദ്വാരക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോട് പറഞ്ഞു? ഉംറയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ അനുവാദം ചോദിക്കുക. അല്ലാഹുവിന്റെ റസൂലിനെ ഉംറയ്ക്ക് പോവാൻ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖല്ലേ, സൃഷ്ടികൾ വെച്ച് ഏറ്റവും വലിയ മഹത്വമല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങൾ പറഞ്ഞു, എന്റെ പൊന്നു സഹോദരാ, നീ എന്നെ നിന്റെ ദുആയിൽ ഉൾക്കൊള്ളിക്കാതിരിക്കരുത്, മറക്കരുത്. ആദരവായ റസൂലുള്ളാഹി മറക്കല്ലേ സയ്യിദുനാ റസൂലുള്ളാഹി. ഞങ്ങളെ മറക്കത്തില്ല എങ്കിൽ പോലും നബി പറയാൻ മനസ്സ് വെച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബിക്ക് വല്ല പാപമുണ്ടോ? ഒരു പാപമില്ല, മഅ്സൂമല്ലേ. بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. മുൻപാപവും പിൻപാപവും പാപങ്ങളില്ല, എല്ലാ പാപം അല്ലാഹു പുറത്തു കൊടുത്തു. ആർക്ക്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പാപം ഉണ്ടായിട്ട് പോലും ഇല്ല ആർക്ക്? നബിതകള്. പാപം ചിന്തിച്ചിട്ട് പോലുമില്ല അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനത്തെ നബി പറയാണ്, പാപം പുറത്തു കിട്ടാനല്ല, മറിച്ച് അതൊരു ചരിയാക്കുക. അങ്ങനെ ചോദിക്കണം. വലിയവൻ ചെറിയ വ്യത്യാസമില്ല, പോകുന്ന സ്ഥലത്തിന്റെ മഹിമയാണ്. മാമിൻ നബിയ്യിൻ ഇല്ലാ വഖദു ഹജ്ജ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ നബിമാരും ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് ഒരു റിവായത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുതലുള്ളവർ ഇങ്ങോട്ട് ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് മറ്റൊരു റിവായത്ത്. ആദം നബി അലൈഹിസ്സലാം ഹജ്ജ് ചെയ്ത് പറഞ്ഞില്ലേ? എത്ര ഹജ്ജ്? ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് പോയി. എത്ര? 40 ഹജ്ജ് മാശിയ നടന്നിട്ടാ പോയത്. അന്ന് വേറെ വഴിയൊന്നുമില്ല. ഇന്നിപ്പോ പഴയ വഴികൾ, പഴയ കാലഘട്ടത്തിൽ കപ്പലൊന്നും അല്ല, അല്ലാത്തെയും പല രീതിക്കൊക്കെ ഇന്ന് സംഭവ വികാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫ്ലൈറ്റിലൊക്കെ അവിടെ കയറി ഇരുന്നാൽ മതി. എയർപോർട്ട് ഇഷ്ടം പോലെ വന്നു. 3 എയർപോർട്ടാണ്, തിരുവനന്തപുരം, എറണാകുളം, കൊച്ചി, പിന്നെ കണ്ണൂര്. എവിടെ നിന്ന് തിരിഞ്ഞാലും എയർപോർട്ട് ഇഷ്ടമാണ്. പിന്നെ റോഡുണ്ടല്ലോ, കരിപ്പൂര് അല്ലേ, 4 എണ്ണം. അങ്ങരാവരും കൂട്ടുണ്ടോ? നമ്മുടെ അല്ലല്ലോ, നമ്മുടെ സംസ്ഥാനമല്ല. അപ്പൊ 4 എയർപോർട്ട് വന്നിരിക്കണം. എവിടെ നിന്ന് വേണമെങ്കിലും പോകാം. 2,80,000 രൂപ ഗവൺമെന്റ് തലത്തിലാണെങ്കിൽ ഒരുമിച്ച് കൂട്ടിയാൽ, പിന്നെ അത് നമ്മൾ ചെന്ന് ഇവിടെ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ നമ്മൾക്ക് ചെലവിന് വേണ്ടി ഇങ്ങോട്ട് തരുകയും ചെയ്യും. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടാൻ നിയ്യത്ത് വെക്കുകയാണെങ്കിൽ സുഖമായിട്ട് കൂട്ടാം. നമ്മൾ ഇഷ്ടം പോലെ പൈസ ഒരുമിച്ച് കൂട്ടും. കുറച്ച് പൈസ കിട്ടുകയാണെങ്കിൽ വീടിന്റെ മുറ്റത്ത് കുറച്ച് ഫ്ലാറ്റ് ടൈല് വിരിക്കണം. അതൊക്കെ നമ്മുടെ പരിപാടി. കുറച്ച് ടൈല് വിരിക്കുക, ഫ്രണ്ടിൽ, വീടിന്റെ ഫ്രണ്ടിൽ കുറച്ച് ടൈല് വിരിക്കുക. കുറച്ച് കാശ് അങ്ങനെ ഇങ്ങനെയൊക്കെ നമ്മൾ അടിച്ചു പൊളിക്കും. ഒരു കാര്യം നമ്മൾ നീയത്തില്ല, ദീനിന്റെ വിഷയത്തിന് വേണ്ടി ചെലവഴിക്കുക. നീയത്ത് വെക്കണം. പഴയ കാലഘട്ടങ്ങളിൽ അവര് ചെലവ് കഴിച്ച് മിച്ചം വന്നു കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന് വേണ്ടി പരിശ്രമിക്കുക, പൈസ മിച്ചം പിടിക്കുക, അതിനുവേണ്ടി തന്നെ നീയത്ത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എല്ലാം കഴിഞ്ഞ് 60 കഴിയട്ടെ എന്ന് പറയാ. ഇന്ത്യയിൽ നിന്ന് പോകുന്നവരൊക്കെ അതുകൊണ്ട് തന്നെ ഹജറുൽ അസ്വദ് മൊത്തം പെടാപ്പാട് പെടുക. വേറെ കൗമിന്റെ അടുത്ത് അവിടെ ചെന്ന് നോക്കണം. വേറെ ടീമുകളുണ്ട്, പാകിസ്ഥാനികളിലൊക്കെ നല്ല ഊരാണ്. ഇവിടെ നിന്ന് നമ്മുടെ നാട്ടായൊക്കെ ഒറ്റ തള്ളുകല്ലേ, ഹജറുൽ അസ്വദ് വിട്ട് ഒറ്റ പോക്ക്. ഇങ്ങോട്ട് പിന്നെ 7 ഇല്ലത്തോട്ട് വരില്ല. അതെന്താ? നമ്മളൊക്കെ ആശുക്കളാണ് അവരുടെ മുന്നിൽ. അവർ സംഭവം ദാല് കഴിച്ചിട്ടാണ് നിൽക്കുന്നത്. പരിപ്പും നല്ല 1.5 ചപ്പാത്തിയൊക്കെ വെച്ചിട്ട് അവർ നിൽക്കുക. പക്ഷെ ആരോഗ്യം, നമ്മളിവിടെ മട്ടനും ചിക്കനും ഒക്കെ അടിച്ചിട്ട് ചെന്നിട്ടും കാര്യമില്ല. കൈ ഇങ്ങോട്ട് വെക്കുമ്പോൾ തന്നെ ഇറാനികളൊക്കെ പെണ്ണുങ്ങൾ വരത്തെ തള്ളു തള്ളി കഴിഞ്ഞാൽ മുസ്ലിയാർ 10,000 അപ്പുറത്തോട്ട് 10 മൈൽ അപ്പുറം അമീറായിട്ട് വന്നതാ. മുസ്ലിയാരെ കാണുന്നില്ല, ഇടയപ്പെട്ടുപോയി. എന്താ സംഭവം? ആരോഗ്യമില്ല. 60-70 വയസ്സാകുമ്പോഴേ നമ്മൾ നിയ്യത്ത് വെക്കുന്നത്. വേറെ രാജ്യങ്ങളിലൊക്കെ ഉള്ളവരെ കണ്ടു നോക്കണം നിങ്ങൾ. ഇന്തോനേഷ്യ, മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉള്ളവർ, അവിടെ പോയിട്ടുള്ളവർക്കറിയാം. നല്ല ആരോഗ്യമാണ്, വാഹത്തുള്ള നല്ല ആരോഗ്യമുള്ള സമയത്ത് അവർ വരുന്നത്. നമ്മളിൽ ആരോഗ്യമുള്ളൊരു 15 വയസ്സുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആരെങ്കിലും നിയ്യത്ത് വെക്കുന്നുണ്ടോ? എനിക്കൊരു ഹജ്ജിന് പോകണം, ഉംറയ്ക്ക് പോകണമെന്ന് നിയ്യത്ത് വെക്കുന്ന എത്ര ആളുകളുണ്ട്? നമ്മൾ അങ്ങനെ വല്ല ഓഫർ കൊടുക്കോ? 10ാം ക്ലാസ് ജയിക്കുന്ന ഒരു മകനോട് പറയാം, മോനെ നീ +2 ജയിച്ചാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ട് നിനക്ക് ഒരു ഉംറയ്ക്ക് ഉണ്ടാകുന്ന വാപ്പ ഓഫർ കൊടുക്കും. നിനക്ക് ഞാൻ ഡൂക്ക് വാങ്ങിച്ചു തരാം, ഓടിച്ചിട്ട് യാ അല്ലാഹ് ഏതെങ്കിലും കൊക്കയിലേക്ക് മറിയണം, ഹലാക്ക്, അതിനുവേണ്ടി ഡൂക്ക് വാങ്ങിച്ചു തരാം. അത് നമ്മൾ കൊടുക്കുന്ന ഓഫർ. ഈ ഡൂക്കിന്റെ പൈസ 2 എണ്ണം 3 എണ്ണം വെച്ച് കഴിഞ്ഞാൽ 3 മക്കളെ റാഹത്തായിട്ട് ഉംറയ്ക്ക് പോകും.
അത് മനസ്സിലാക്കാം. നമ്മൾ ഓഫർ കൊടുക്കലുണ്ട്, അത് നമ്മുടെ മൈൻഡിൽ, മക്കളുടെ മൈൻഡിലോട്ട് ആ ഒരു ചിന്ത നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറിയ സ്ഥലമാണോ പരിശുദ്ധമായ കഅബ? സുബ്ഹാനല്ലാഹ്. ഏത് അമ്പിയാക്കൾ അവിടെ കാലുകുത്താത്തത്? ഏത് ഔലിയാക്കളാണ് അവിടെ ചെല്ലാത്തത്? ഏത് മഹത്തുക്കളാണ് അവിടെ എത്തിപ്പെടാത്തത്? നമ്മൾ ഹതഭാഗ്യങ്ങളും മലീമസമായിരിക്കുകയാണ്. അതുകൊണ്ടാണ് റബ്ബ് നമ്മളെ അങ്ങോട്ട് എത്തിക്കാത്തത്. നമ്മൾ തേങ്ങണം, നമ്മളെപ്പോഴും പൊട്ടിക്കരയണം. എന്താണ് ആ സ്ഥലം? എന്താണ് അറഫ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാ റുഇയ ശൈത്താനു അസ്ഗറ വലാ ഹഖറ വലാ അഗ്ലദ മിൻ യൗമി അറഫത. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, മാ റുഇയ ശൈത്താനു അസ്ഗറ വലാ അഹ്ഖറ വലാ അഗ്ലദ മിൻ യൗമി അറഫത. അറഫ ദിവസത്തിനേക്കാൾ ദേഷ്യമുള്ള ഒരു ദിവസം ഇബ്ലീസിനില്ലത്രേ. അറഫ ദിവസത്തെക്കാൾ നിന്ദനാകുന്ന, നിസാരനായി ഭൂമിയിൽ ഇബ്ലീസ് കഴിയുന്ന ഒരു ദിവസം ഈ ലോകത്ത് സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം ലോകത്തുള്ള സർവ്വവിശ്വാസ സമൂഹവും അന്ന് അവരുടെ ഹൃദയം പരിശുദ്ധമായ കഅബയാണ്. ഹാജിമാര് പരിശുദ്ധമായ അറഫ മൈതാനിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിലേക്ക് പൊട്ടിക്കരന്നുകൊണ്ട് ചൂടുള്ള സമയത്ത് അള്ളാഹുവിനോട് യാചിക്കുകയാണ്, അല്ലാഹ് പാപം പുറത്തു തരണേ റബ്ബേ. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിലായി കഴിഞ്ഞോടുകയാണ്. അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസ സമൂഹം അവരുടെ ദുൽഹജ്ജ് 9 അന്ന് നോമ്പനുഷ്ഠിച്ചു കൊണ്ട് നിലകൊള്ളുകയാണ് നാടുകളിൽ. അതുകൊണ്ട് തന്നെ മാറുഇയ ശൈത്താനു അസ്ഗറ വലാ അഹ്ഖറ വലാ അഗ്ലദ മിൻ യൗമി അറഫത. അറഫ ദിവസത്തേക്കാൾ നിസാരമായി പിശാചിനെ കാണപ്പെടുന്ന ഒരു ദിവസം മറ്റൊരു ദിവസത്തെ പോലെയില്ല. ദിവസമാണ് അവൻ ഏറ്റവും ദേഷ്യം. കാരണം അന്ന് മോമിനികൾ മുഴുവനും ഇബാദത്തിലായി കഴിയാം. സാലിഹീങ്ങളാകുന്ന ആളുകൾ മുഴുവൻ അറഫ മൈതാനിയിലെത്തി ആ ചുട്ടുപഴുത്തതാകുന്ന മണലാരണ്യത്തിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് പാപമോചനത്തിന് അർത്ഥിക്കാൻ ഒരേ സ്വരത്തിൽ ഒരേ വസ്ത്രത്തിൽ നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് വലിയൊരു ലോകമഹാസംഗമം തീർക്കുകയാണ്. അല്ലാഹുവിനോട് യാചിക്കുകയാണ് പാപമോചനത്തിന് വേണ്ടി. അത് പിശാചിന് ഭയങ്കര അനിഷ്ടമാണ്, ഭയങ്കര ദേഷ്യമാണ്. ഏറ്റവും നിന്ദനും നിസ്സാരനുമായി അവൻ മാറുന്നു ആ ദിവസത്തിൽ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന മിനദ്ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ വഖൂഫു ബിഅറഫത. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്, സഹാബ ഇന്ന മിനദ്ദുനൂബി ദുനൂബാ ലാ യുകഫിറുഹാ ഇല്ലൽ വഖൂഫ് ബിഅറഫത. ചില പാപങ്ങളുണ്ട് മനുഷ്യന്, പാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങളുണ്ട്, ആ പാപങ്ങൾ പൊറുക്കുകയില്ല. ഇല്ലൽ വഖൂഫ് ബിഅറഫത, അറഫയിൽ നിൽക്കലുകൊണ്ടല്ലാതെ ആ പാപം അല്ലാഹു പുറത്തു തരൂല. അങ്ങനത്തെ ചില പാപങ്ങൾ മനുഷ്യരുണ്ട്. പറഞ്ഞാൽ ചില പാപങ്ങൾ നമ്മൾ ചെയ്യും, ആ പാപങ്ങൾക്ക് പരിഹാരം എന്തേ ഉള്ളൂ? എവിടെ പോണം? ഹജ്ജിന് വേണ്ടി പോയി അറഫ മൈതാനിയിലെത്തി ദുൽഹജ്ജ് 9 ശരിക്കും ദ്വാരക്കുക, അല്ലാഹ് പുറത്തു തരണമെന്ന് പറയാതെ ആ പാപം പൊറുക്കൂല. അങ്ങനത്തെ ചില പാപങ്ങളുണ്ട്. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ആ പാപം പൊറുക്കാൻ. എവിടെ പോവുക തന്നെ വേണം? അറഫയിൽ പോകണം. അതാണ് അറഫ. ഹദീസാണ് ഇതൊക്കെ. ഹദീസ് തീർന്നില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറയുകയാണ്, അഅ്ളമുന്നാസി ദംബാ
ജനങ്ങൾ വെച്ച് ഏറ്റവും വലിയ പാപി ആരെന്നറിയുമോ? മൻ വഖഫ ബി അറഫത, അറഫയിൽ നിൽക്കുന്നവനാണ്. എന്നിട്ട് അവൻ വിചാരിക്കുകയാണ് ഫളന്ന അന്നല്ലാഹ ലം യഗ്ഫിർ ലീ, അല്ലാഹ് എനിക്ക് പുറത്ത് തന്നിട്ടില്ല, എനിക്ക് പുറത്ത് തരൂല എന്ന് വിചാരിക്കുന്നവരെ ഏറ്റവും വലിയ പാപിനിയാണ്, ഏറ്റവും വലിയ ദോഷിനിയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നതിലൂടെ അറഫ മൈതാനിൽ പോയി നിൽക്കുന്നതിനോട് അവന്റെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. മൻ ഹജ്ജ ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമ വലദതുഹു ഉമ്മുഹു ഔ കമാ ഖാല റസൂലുള്ളാഹി. പരിശുദ്ധമായ ഹജ്ജ് നിർവഹിക്കുന്നവൻ ആ ഹജ്ജിനിടയിൽ ഒരു മോശമായ ശൈലി അവനിൽ നിന്നില്ല, മോശമായ രീതി അവനിൽ നിന്നില്ല. ആരോടും ഒരു പകയില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, സ്നേഹത്തോടുകൂടി അവന് പെരുമാറുകയാണ്. നല്ല രീതിയിൽ അവൻ അമൽ ചെയ്യുകയാണ്. നല്ലതുപോലെ വളുവെടുത്തുകൊണ്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് മീഖാത്തിൽ ഇഹ്റാം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ കഅബ കാണാൻ പോയാണ്. ഹജറുൽ അസ്വദ് ചുംബിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബ ഇടത് ഭാഗത്താക്കിക്കൊണ്ട് തവാഫ് നിർവഹിക്കുകയാണ്. മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. ശേഷം അവൻ സഫയും മർവയുടെയും ഇടയിൽ 7 പ്രാവശ്യം സഅയ് നിർവഹിക്കുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെ അമലുകളെല്ലാം മുസ്ദലിഫയിലും മിനയിലും പോയി സർവ്വ അമലുകളും ചെയ്യുകയാണ്. ഖുർആൻ അവന്റെ കൈപുസ്തകമാക്കുകയാണ്. ജീവിതത്തിന്റെ കാറ്റലോഗായ നാളെ ആഖിറത്തിന്റെ വിജയമായി അല്ലാഹുവിന്റെ റസൂൽ പരിചയപ്പെടുത്തിയ ഖുർആൻ അവൻ മിനയിൽ വെച്ചുകൊണ്ട് ഖത്മ തീർക്കുകയാണ്. ഇന്ന മിൻ സലഫി സാലിഹീന, ഇന്ന മിൻ സുന്നത്തി സലഫി സാലിഹീന. സാലിഹീങ്ങളുടെ ചര്യയിൽപ്പെട്ടതാണ്, മുൻഗാമികളുടെ ചര്യയിൽപ്പെട്ടതാണ് അയ്യഖ്തിമൽ ഖുർആനു ബിമിനാ. പരിശുദ്ധമായ ഖുർആൻ അവർ ഇഹ്റാം കിട്ടിയപ്പോഴേ ഓതാൻ തുടങ്ങുകയാണ്. അവരുടെ കൈപുസ്തകമായ കയ്യിലുള്ളത് പാണ്ടക്കെട്ടുകളല്ല, ചെമ്മീൻ പൊരിച്ച് റോസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോയല്ല, ചെമ്മീൻ പൊടി ഒരു സാധായ കൂത്തായിട്ട് കൊണ്ടുപോയല്ല. അവർ കൊണ്ടുപോകുന്നത് ഇഹ്റാമിന്റെ വസ്ത്രത്തോടൊപ്പം ഒന്ന് മാത്രമാണ്. അത് തഖ്വയാണ്, തഖ്വയാണ്. ആ തഖ്വയിലേക്ക് തെളിക്കുന്ന ഖുർആനാണ്, ഖുർആനാണ്. ആ ഖുർആനതാ കയ്യിൽ വെച്ചുകൊണ്ട് ഓതുകയാണ്. അത് തുറന്നതിലേക്ക് നോക്കുകയാണ്. കർണാനന്തരമായ ഖുർആൻ ഖത്മ തീർക്കുകയാണ്. വയഖ്തിമൽ ഖുർആന ബിമിനാ, മിനയുടെ താഴ്വാരത്തിൽ വെച്ചുകൊണ്ട് പരിശുദ്ധമായ മിനയിൽ താമസിക്കുന്ന രാമകൾ വെച്ചുകൊണ്ട് ഖുർആൻ ഖത്മ തീർക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. മുസ്ദലിഫയിൽ ദുആ ചെയ്ത പോലെ, ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് ദുആ ചെയ്ത പോലെ, മുൽതസമിലേക്ക് ശരീരം ചേർത്ത് വെച്ചുകൊണ്ട് പടച്ചറബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത പോലെ, കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്ത പോലെ, ഉഹദ് മലയുടെ രണാങ്കണത്തിൽ ദുആ ചെയ്ത പോലെ, പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങൾ കണ്ടപ്പോ, പവിത്രമാക്കപ്പെട്ട ഗേഹങ്ങൾ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തതുപോലെ അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഖത്മ തീർത്തുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അത് മുൻഗാമികളുടെ ചര്യയിൽപ്പെട്ടതാണ് എന്ന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ രേഖപ്പെടുത്തുകയാണ്. ആ ദിവസങ്ങൾ, ആ മാസങ്ങളൊക്കെ വളരെ പവിത്രതയായി. ഇപ്പൊ ഓരോരുത്തർ ഇഹ്റാം കെട്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്ന്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത മഹല്ലാണ് അവര് പോകുന്നുണ്ടെങ്കിൽ അവർ ഒരു മടിയും വേണ്ട, നമ്മൾ പറയണം ഞാൻ ഇന്ന നാട്ടുകാരൻ, ചെറുമുക്ക് ദേശത്തുള്ള പാവപ്പെട്ടവരാണ്, ഭയങ്കരനാണ്, ദ്വാരക്കണം, തിരുവനന്തപുരമാണ്, ദ്വാരക്കണം. നമ്മൾ വഴി വെച്ച് ഒരു ബസ്സിൽ വെച്ച് കണ്ടു. അപ്പോൾ ഒരാൾ പറയും ഞാൻ ഹജ്ജിന് ഈ വർഷം കൊടുത്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്, പ്രത്യേകം എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദ്വാരക്കാൻ. ഞാൻ പറയുന്നതിന് മടി വെക്കണ്ട, അവരെ കൊണ്ട് ദ്വാരപ്പിക്കാൻ ചെറിയ കാര്യമല്ല, ചെറിയ കാര്യമില്ല. കാരണം അവർ ചോദിച്ചാൽ എന്തും അല്ലാഹു ഉത്തരം കൊടുക്കും. എന്ത് ചോദിക്കുന്ന ഉത്തരം റെഡിയാണ്. അങ്ങനത്തെ കൂട്ടരാണ് അവർ, നിസ്സാരക്കാരല്ല. സ്ത്രീകൾക്ക് സ്ത്രീകളോട് ചോദിക്കാം, അല്ലാതെ അപ്പുറത്തെ വീട്ടിലെ കാക്ക പോകുന്നുണ്ട്, പെണ്ണുങ്ങളവിടെ നമുക്ക് വേണ്ടി ദ്വാരക്കണം, അത് വേണ്ട, പരിപാടി വേണ്ട. അത് പെണ്ണുങ്ങളെ പറഞ്ഞേൽപ്പിക്കുക, അവരുടെ അദ്ദേഹത്തിന്റെ വൈഫുണ്ട്, അവരെ പറഞ്ഞേൽപ്പിക്കുക, നമുക്ക് കൊണ്ട് ദ്വാരക്കാന്ന്. അവരോട് പോയി കൈക്ക് പിടിച്ച് സാലിഹീങ്ങളുടെ മുൻഗാമികളുടെ പതിവിൽപ്പെട്ടതാണ് ഹാജിമാര് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവരെ സ്വീകരിക്കും. അവരുടെ കണ്ണിൽ ചുംബിക്കും. കണ്ണിൽ ചുംബിക്കും എന്ന് പറഞ്ഞാൽ ഈ കണ്ണ് പവിത്രമായ ചില സ്ഥലങ്ങൾ കണ്ടിട്ട് വന്നതാണ്. മനസ്സിലായിക്കോണം.
ഹജ്ജിന് പോകുന്നതിന് മുമ്പ് വരെ ചിലപ്പോൾ ആള് മോശമായിരിക്കും. അത് നമ്മൾ നോക്കണ്ട. ഹജ്ജ് കഴിഞ്ഞ് വന്നാൽ പിന്നെ ആരെ പോലെയാണ്? ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് സാലിഹീങ്ങളുടെ പതിവിൽപ്പെട്ടതായിരുന്നു അവരുടെ കണ്ണിൽ ചുംബിക്കുമായിരുന്നു. ആണുങ്ങൾ ആണുങ്ങളുടേത്, സ്ത്രീകൾ സ്ത്രീകളുടേത് കണ്ണിൽ ചുംബിക്കും. അതൊക്കെ അവർ ഇഷ്ടപ്പെടുന്ന കൂടുതൽ മഹബത്തുള്ളവരാണെങ്കിലും മതി. വേറെ ചുംബിക്കുമ്പോൾ മുപ്പത് കർപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് പിന്നെ അടിയും ബേളമായി വഴക്കായി പിന്നെ തീർന്നു. ഉള്ളത് മൊത്തം പണക്കത്തിലോട്ട് പോകി വേണ്ട. കൈ മുസാഫഹത്ത് ചെയ്ത് വേണമെന്ന് മുആനക്കയും ചെയ്തേക്കാം. മുസാഫഹത്ത് എന്ന് പറഞ്ഞാൽ കൈ രണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുക, അതാണ് മുസാഫഹത്ത് അല്ലേ? പരസ്പരം കോർക്കുക. മുആനക്ക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ഒക്കെ ഹദീസിൽ അങ്ങനെ തന്നെ ബാബുകൾ തിരിച്ചാണ്. ബാബുൽ മുസാഫഹത്തി വൽ മുആനഖ എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതൊക്കെ വളരെ ശ്രേഷ്ഠതയാണ്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആളുകൾ അവരെ നമ്മൾ എന്ത് ചെയ്യുക? മുആനഖ ചെയ്യുക. കാരണം അവർ പോയ സ്ഥലങ്ങളും അവരുടെ ശരീരം ചേർത്തിട്ടുള്ളതും ഒക്കെ ചെറിയ സ്ഥലമല്ല. കഅബയുടെ കില്ലയുടെ ഭാഗത്തേക്ക് ചേർത്തിട്ടുണ്ടാകും. കഅബയുടെ വാതിലും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള സ്ഥലം മുൽത്തസം, ഭയങ്കര ഇടിയാണ് അവിടെ കിട്ടാൻ. ആ സ്ഥലം ചേറിച്ചിട്ട് അവിടെ നിന്ന് ദ്വാരന്നാൽ ഉത്തരമാണ്. സ്വർണത്തിന്റെ പാത്തിയുണ്ട്, ആ പാത്തിയുടെ നേരെ താഴെ നിന്ന് ദ്വാരന്നാൽ ഉത്തരമാണ്. അതൊക്കെ കഴിയണമെങ്കിൽ അങ്ങോട്ടൊക്കെ അടുക്കണമെങ്കിൽ ശരി ആരോഗ്യം വേണം. ഏറ്റവും കുറഞ്ഞത് മറ്റവന് പനിയും പിടിച്ചിട്ട് ഇടങ്ങേറായിട്ട് നിൽക്കുന്നതും കാണാം. അതെന്താ? അവന്റെ മനസ്സിൽ തഖ്വ ഉണ്ടായിരുന്നു, മറ്റവന്റെ മനസ്സിൽ തഖ്വയില്ല. ആരോഗ്യം അവൻ ബലമാക്കി വെച്ചു. അതാണ് മെയിനായിട്ട് വേണ്ടത്. അതുകൊണ്ട് എനിക്ക് പ്രായമായല്ലോ ഉസ്താദ് എന്ന് പറഞ്ഞ് നിങ്ങൾ ആരും നിൽക്കണ്ട. പ്രായമായവരെല്ലാവരും ഒരുങ്ങിക്കും, നമുക്കൊന്ന് പോകണം. ഞാൻ അവിടെ കിടന്ന് മരിച്ചാലും റാഹത്തല്ലേ? ഉസ്താദ് മരിപ്പിക്കാൻ വന്നാണ്. ഞാൻ വെറുതെ പറയല്ല. ഒരാൾ ഇവിടുന്ന് ഹജ്ജിന് ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തു. അതൊക്കെ ഞാൻ ഹദീസിന്റെയും ഖുർആന്റെയും വെളിച്ചത്തില് വേറെ അല്ലാതൊന്നും പറയുന്നില്ലല്ലോ. ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത് അങ്ങനെ നിൽക്കുന്ന വ്യക്തി അവനിതാ പെട്ടെന്ന് ഒരു ദിവസം പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു, ഇല്ലെങ്കിൽ ഒരു അപകടത്തിൽ മരണം ഉണ്ടായി, ഫ്ലൈറ്റ് അപകടത്തിൽ പെട്ടു, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ. അല്ലാഹു എല്ലാ അപകടങ്ങളൊന്നും നമ്മൾ ഈ ലോക മുസ്ലിമീങ്ങളെ സുരക്ഷിതമാക്കുമാറാവട്ടെ, സലാമത്തിലാക്കുമാറാവട്ടെ. നല്ല രീതിയിൽ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ഉണ്ടായാൽ സപ്പോസ് അവർ മരണപ്പെട്ടു പോയാൽ അവർക്ക് കിട്ടുന്ന കൂലി എന്താണെന്നറിയോ? ഹജ്ജും ഉംറയും നിർവഹിച്ച കൂലി അവർക്ക് നൽകപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അവർ ചെയ്ത കൂലി കിട്ടി. സംഭവം ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹദീസാണ്. ഹദീസ് ഓതി പറയാം, ശ്രദ്ധിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം من خرج من بيته حاجا ومعتمرا ثم مات أجر له مثل الحاج والمعتمر إلى يوم القيامة. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ട് നാട്ടിലുള്ളവരോട്, വീട്ടിലുള്ളവരോട്, കുടുംബക്കാരോട് യാത്ര തിരിച്ച മുഅ്മിനീങ്ങളെ, ആ കൂട്ടത്തിൽ നിന്ന് പല ആളുകളും അവിടെ എത്തുന്നതിന് മുമ്പായി തന്നെ മരണപ്പെട്ടു പോയാൽ അവർ പരിശുദ്ധമായ കാബ കണ്ടിട്ടില്ല, പരിശുദ്ധമായ സ്ഥലങ്ങൾ കാണാൻ തൗഫീഖ് കിട്ടിയിട്ടില്ല, സൗദിയുടെ ബോർഡറിലേക്ക് പോലും അവർ എത്തിയിട്ടില്ല, അതിനു മുമ്പ് അവർ വഫാത്തായി പോയാൽ, അവർ മരണപ്പെട്ടു പോയാൽ ഉജ്റലഹു മിസ്ലുൽ ഹാജി വൽ മുഅ്തമരി ഇലാ യൗമിൽ ഖിയാമ. ലോകാവസാനം വരെ ഏതൊക്കെ ഹാജിമാരുണ്ടോ, ഹജ്ജമ്മമാരുണ്ടോ, അവരെല്ലാവരും ചെയ്യുന്ന സർവ്വ ഹജ്ജിന്റെയും ഉംറയും കളിയാക്കണ്ട. നമ്മൾ പറയോ അങ്ങനെ ഹജ്ജ് ഭയങ്കര സ്റ്റൈൽ ഇറാൻ ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി നോക്കോട് കീറുന്നു, ആമ്പേടി വെച്ച് കിടക്കും, അറിയാൻ പോണ്ട. അവൻ എന്ത് കൂലി കിട്ടി? ഖിയാമത്ത് വരെ ഹജ്ജ് ചെയ്യുന്ന ഹാജിമാരുടെയും ഉംറ ചെയ്യുന്നവരുടെ ഉംറയുടെയും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടവരുണ്ടാവും, മാതാപിതാക്കളുണ്ടാകും, ബന്ധുമിത്രാദികളുണ്ടാവും. അങ്ങനെയുള്ളവർ പഠിച്ചു വെച്ചോ, അവർക്ക് കിട്ടുന്ന കൂലി അതാണ്. ഇനി മക്കയിലോ മദീനയിലോ എത്തി അവിടെ വെച്ച് മരിക്കും. മക്കയിലോ മദീനയിലോ രണ്ട് ഹറമാണുള്ളത്, ഒന്ന് മക്കയും പിന്നൊന്ന് മദീനയും. ഈ രണ്ടാലൊരു സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടു എങ്കിലോ അടുത്ത ഹദീസ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മാത ഫീ അഹദിൽ ഹറമൈൻ ലം യുറദ ലഹു ഇലൽ ഹിസാബ് ഫഖീല ലഹു ഉദ്ഖുലുൽ ജന്ന.
അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആരെങ്കിലും പരിശുദ്ധമായ മക്കയിലോ പരിശുദ്ധമായ മദീനയിലെ ഹറം ശരീഫിലോ വെച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയാൽ, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തവരാകട്ടെ, അവർ ആ പവിത്രമാക്കപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് മരണപ്പെട്ടു പോയാൽ ലം യുറദ് ലഹു ഇലൽ ഹിസാബ്, അവരെ നാളെ മഹ്ശറിൽ അല്ലാഹു വിചാരണ ചെയ്യൂല. ഖീല ലഹു ഉദ്ഖുലുൽ ജന്ന, അവരോട് നാളെ മഹ്ശറിൽ നിൽക്കുമ്പോൾ മലക്കുകൾ പറയുമത്രേ, സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ കടക്കണേ. ഇതാ സ്വർഗ്ഗം തുറന്നിരിക്കുകയാണ്. സലാം സലാം സലാം, രക്ഷയാണ് രക്ഷയാണ് രക്ഷയാണ്. സ്വർഗ്ഗത്തിലേക്ക് കടക്കണേ. ഉദ്ഖുലുൽ ജന്ന, ഹിസാബില്ല, വിചാരണയില്ല, നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് കടന്നുകൊള്ളുക. 490 ആളുകൾ, 490 കോടി ജനവിഭാഗങ്ങൾ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ നാളെ കടക്കുമേ. ആ കൂട്ടത്തിൽ ഇവരെപ്പെട്ടതാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, അല്ലാഹു നമ്മളെ അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഹിസാബ് ചെയ്താൽ, ഹിസാബ് ഒരു വ്യക്തിക്ക് കനപ്പിച്ചാൽ അവനെ അദാബ് ചെയ്യുമെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചോദ്യമൊക്കെ ചോദിക്കാൻ തുടങ്ങിയ തീർന്നില്ലേ? എടാ നിനക്ക് എത്ര രൂപ കിട്ടിയത്, എവിടുന്ന കിട്ടിയത്? ഇങ്ങോട്ട് പോയപ്പോ മറ്റേ CCTV ക്യാമറയിൽ അസീനോദ ഇരുത്തിയായിരുന്നു. അസീൻ പകുതി പോയിട്ട് ക്യാമറയ്ക്കകത്ത് പതിഞ്ഞ് എല്ലാം പോയി. ക്യാമറ മേളിൽ ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞില്ല, എല്ലാം വലിച്ചു പോക്കറ്റിട്ട് ചെയ്ത്. അല്ലെ മുതലാളിയുടെ പോക്കറ്റി, അറബിയിൽ പോയതാ, സൗദിയിൽ പോയതാ, അറബി എത്തിങ്ങാനിലോട്ട് വിട്ടിട്ട് യാ അല്ലാഹ് ഉള്ളിയുടെ വാശി എടുത്തോണ്ട് യാ അല്ലാഹ് ഇങ്ങനെ പൈസ അടിച്ചിട്ട് വന്നു. ഇങ്ങനെ ഓരോന്നോരോന്ന് ചോദിക്കാൻ തുടങ്ങിയ ഹിസാബ് മൊത്തം പിടിക്കും. അല്ലാഹു ആക്കട്ടെ. അങ്ങനെ ഹിസാബ് ഓരോന്നോരോന്നോരോന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗം എത്ര പേരാണ്? 490 കോടി ജനവിഭാഗങ്ങളുണ്ട്. ആ കൂട്ടത്തിൽ ഒരു വിഭാഗമാകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു വിചാരിച്ച അതൊക്കെ അല്ലാഹു നൽകും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചോദിക്കണം, ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന വിഭാഗമാണ് ആര്? മക്കയിലോ മദീനയിലോ വെച്ച് മരിച്ചു, ഹജ്ജിന്റെ വേളയിൽ ഇടയിലൊക്കെ മരിക്കുന്നവരില്ലേ? ഇനി അല്ലാതെ ഒരാൾ മരിച്ചാല് നബി തങ്ങൾ പറയാം, മദീനയിൽ വെച്ച് മരിക്കാൻ കൊതിക്കട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്താ കാര്യം എന്നറിയാം? ഹദീസ് ഇതാ കേട്ടോ, ഇതൊക്കെ ഹദീസാ. തങ്ങൾ പറയുകയാണ്, മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫിഹാ ഫൽയുമിത് ഫിഹാ ഫഇന്നി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു സദഖ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. സഹാബാ മൻ അറാദ അൻ യുമീത ബിൽ മദീന ഫൽയുമിത് ഫിഹാ, ആരെങ്കിലും മദീനയിൽ വെച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ മദീനയിൽ വെച്ച് മരിച്ചുകൊള്ളട്ടെ, മരിച്ചുകൊള്ളട്ടെ. ഫൽനി അന ശാഫിഉൻ വമുശഫിഉൻ ലഹു, കാരണം ഞാൻ അവനെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുന്നതാണ്, അവന് ഞാൻ ശുപാർശകനാണ്, അവന് ഞാൻ ശഫീആണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ശഫീഉന എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് മുസ്ലിമേ? നമുക്ക് നാളെ ശുപാർശ ചെയ്യുന്ന അല്ലാഹുവിന്റെ റസൂലല്ലയോ ശഫീഉന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് കിട്ടും. എവിടെ എവിടെ മരിച്ചാലും മദീനയിൽ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ആരെങ്കിലും മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടെ മരിച്ചോ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഭൂമിക്കരയിട്ട് തൂങ്ങിച്ചാകാനല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ കരുതരുത്. ഇവിടുന്ന് അവിടെ പോയിട്ട് സിരിയാര് പറഞ്ഞായിരുന്നു മദീനയിൽ പോയി മരിച്ചാൽ മതി, ആ കയറൊക്കെ ആയിട്ട് അവിടെ അങ്ങോട്ട് പോകും. ആത്മഹത്യ ചെയ്ത വേറെ ശിക്ഷ, അത് വേറെ. കാലാകാലം നരകത്തിലാണ്. അല്ലാഹു ആക്കട്ടെ.